സുന്നിവാദം സത്യവിരുദ്ധമാണ്. ഇനി ഞങ്ങളെ വാദം തെളിയിച്ചു കേട്ടോളൂ. അല്ലാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞ് ഖുർആൻ പഠിപ്പിച്ച ദുആഇന്റെ നിർവചനം എന്താണെന്ന വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്ത് അബദ്ധം സംഭവിച്ചു. എന്തുകൊണ്ട്? അവർ പറഞ്ഞ നിർവചനത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു നൽകുന്ന മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടത്തെ വഫാത്തിനു ശേഷം കേൾക്കും ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ വിളിച്ചാൽ അത് ശിർക്കാണെന്ന് ഈ നിർവചനത്തിൽ വരുന്നു. എന്നാൽ എല്ലാ ഹദീസും ആയത്തും പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ള പറയുന്നു എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. കഴിഞ്ഞില്ലേ കാര്യം? നിങ്ങൾ നിർവചനം പോയില്ലേ? ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ വിഷയത്തിൽ മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചു വന്ന സുന്നിവാദം സത്യവിരുദ്ധമാണ്. നിങ്ങൾ തെളിയിക്കി. ഞങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ നിർവചനം ഇവിടെ ഇല്ല. ആ നിർവചനം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതിന് പ്രതികരിക്കണം. അതിനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ചെയ്യാൻ കഴിയാത്ത കാലത്തോളം ഞങ്ങളെ വാദം സ്ഥിരപ്പെടും. പിന്നെ ഞങ്ങൾ തെളിവ് ഇൻഷാ അല്ലാഹ് പറയും. അതിന് ടൈമുണ്ട്. അത് രണ്ടാമത്തെ സെഷനിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എഴുതി മുഹിയുദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ സുന്നികൾ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിയാസ നടത്തുന്നത് പ്രാർത്ഥനയുടെ നിർവചനത്തിന് അവർ പിഴവ് വരുത്തിയതിനാലാണ് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ അവിടെ പറയൂ. ഞങ്ങൾ മണിമണിയായി പറഞ്ഞു തരും. കിതാബുകൾ ഇവിടെ ഉണ്ട്, രേഖകൾ ഉണ്ട്. ഇതിന് മൂപ്പർക്കറിയാം. ഈ വാദവുമായി നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ വല്ലാതെ വിഷമിക്കേണ്ടി വരും. എന്നിട്ട് അടുത്ത സെഷനിക്ക് ചാടുക. അയ്യാതി പരിപാടിയൊക്കെ പഠിച്ചിട്ടാണ് എന്റെ പ്രിയപ്പെട്ട ഹനീഫ മൗലവി ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വ്യക്തമായി പറയുന്നു, ഞങ്ങൾ വ്യവസ്ഥയിലും വിഷയാവതനത്തിലും പറഞ്ഞ് തെളിയിച്ചു കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി എന്റെ വഫാത്തിന് ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങൾ പറയുന്നത്. അതിനെയാണ് അതാ ഒറ്റ ഹദീസ് മതി. ഫൈസലാസിന് 2 പറഞ്ഞത് മൂപ്പരെ ഔദാര്യം കൊണ്ട് പറഞ്ഞതാ. ഒറ്റ ഹദീസ് മതി നിങ്ങളെ നിർവചനം പൊളിയാൻ. കാരണം നിർവചനത്തിൽ നിന്ന് വരുന്നു അല്ലാഹുവിന്റെ റസൂലിനെ വഫാത്തിന് ശേഷം വിളിച്ചാൽ അത് തെറ്റാണ്, ശിർക്കാണ് എന്ന് വരുന്നു. എന്നാൽ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കഴിഞ്ഞില്ലേ? നിർവചനം പൊളിഞ്ഞില്ലേ? പിന്നെ ഞങ്ങളതല്ലേ? അത് ഞങ്ങൾ പറയാം. തീർച്ചയായും പറയാം. ഒഴിഞ്ഞു മാറില്ല. നിങ്ങൾ എവിടെ ചോദിച്ചോ പറയാം. വിഷയത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിയിട്ട് രക്ഷപ്പെടാനുള്ള അടവുണ്ടല്ലോ. തൽക്കാലം നടക്കുകയില്ല മൗലവിമാരെ. ആരെ സഹായത്തിന് വിളിച്ചാലും അത് നടക്കൂല. ജിന്നായാലും കുഴപ്പമില്ല, മലക്കായാലും കുഴപ്പമില്ല, എവിടെയായാലും കുഴപ്പമില്ല. ഞങ്ങൾ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. റാജിയൊക്കെ നമുക്ക് വായിക്കാം. ഞങ്ങളെ വാദം പഠിക്കാനല്ലേ നിങ്ങൾ വായിക്കുന്നത്. അതിന് സെഷൻ വരുന്നുണ്ട്. നിങ്ങൾ അവിടെ റാജി വായിക്ക്, മറുപടി അങ്ങ് പറയും. അവിടെ ഇബ്നു കസീർ വായിക്ക്, മറുപടി അങ്ങ് പറയും. ഇപ്പൊ നിങ്ങളെ വാദമാണ് പൊളിച്ചത്. സദസ്സിനോടും ഈ വിഷയത്തോടും യോജിക്കാത്ത അപശബ്ദങ്ങളൊന്നും ഉയർത്തരുതെന്ന് പ്രത്യേകം ഉണർത്തുന്നു. പൊളിയുന്നു എന്ന് സമാധാനിക്കുന്നത് നല്ലതാണ്. നിർവചനം പൊളിച്ചു കഴിഞ്ഞു എന്നാണ്. എന്താ നിർവചനം തന്നെ നിങ്ങൾക്ക് കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാ ഞങ്ങൾ പറയണത്. എന്താണ് മുജാഹിദികളുടെ നിർവചനം എന്ന് വിശദീകരിച്ച് എങ്ങനെയാണത് പൊളിച്ചത്? ഇപ്പൊ ഒരാൾ ഇവിടെ നിന്നിട്ട് പറയാ ഈ ബിൽഡിംഗ് ഞാൻ പൊളിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് രാവിലെ 10 മണി മുതൽ 5 മണി വരെ കയ്യും കെട്ടി നിന്ന് പറഞ്ഞാലും ബിൽഡിംഗ് ഇവിടെ ഉണ്ടാകും. അത് പൊളിക്കാൻ, ഈ ബിൽഡിംഗിന്റെ സ്ട്രക്ചർ പൊളിക്കാൻ എങ്ങനെ പൊളിച്ചു എന്ന് ബോധ്യപ്പെടുത്തണം. ഇതാ ഇവിടെ ബിൽഡിംഗ് ഇല്ല, അതിന്റെ തൂണത അവിടെ, ചുവര അവിടെ എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം. അത് ബോധ്യപ്പെടുത്താതെ ഈ ബിൽഡിംഗ് ഞങ്ങൾ ഇങ്ങനെ തന്നെ കാണുന്നു. ഏത് നിർവചനമാണ് പൊളിച്ചത്? ഏത് നിർവചനമാണ് നിങ്ങൾ പൊളിച്ചത്? ഞങ്ങളുടെ നിർവചനം പൊളിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട്, പൊളിയും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ വിഷയാവതരണത്തിൽ നിങ്ങൾ പറഞ്ഞ വാദം, ഏറ്റവും പ്രധാനമായി നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ ചോദിക്കുക, അത് ഞങ്ങൾ അവിടെ പറയും. അത് ആദ്യം പറയുമ്പോ ആലോചിക്കേണ്ടിയിരുന്നു എവിടെയാ പറയേണ്ടത് എന്ന്. നിങ്ങൾ ഇവിടെ പറഞ്ഞു. തെളിവ് എന്താ? തെളിവ് പറഞ്ഞത് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ തെളിവ്. ആ തെളിവിന് അടിസ്ഥാനമായി നിങ്ങൾ ഉന്നയിച്ച വാദം എന്താണ്? കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നു. മക്കയിലുള്ള ആളുകളും വിചാരിച്ചിരുന്നത്, വിശ്വസിച്ചിരുന്നത് അതേ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ സമ്പ്രദായത്തെ പറ്റി അല്ലാഹു പറഞ്ഞത്, വൈദാ മസ്സൽ ഇൻസാന ദുർറുൻ ദആ റബ്ബഹു മുനീബൻ ഇലൈഹി സുമ്മ ഇദാ ഖവ്വലഹു നിഅമതൻ മിൻഹു നസിയ മാ കാന യദഉ ഇലൈഹി മിൻ ഖബ്ൽ വജഅല ലില്ലാഹി അൻദാദൻ ലിയുദില്ല അൻ സബീലിഹി ഖുൽ തമത്തഅ ബികുഫ്രിക ഖലീല ഇന്നക മിൻ അസ്ഹാബിൻ നാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു.
ഇമാം ഖുർത്തുബി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഐ റാജിഅൻ ഇലൈഹി മുഖ്ബിതൻ മുതിയൻ ലഹു മുസ്തഗീസൻ ബിഹി ഫീ ഇസാലത്തി തിൽക ശിദ്ദ. അല്ലാഹു വേണ്ടെന്നല്ല, അല്ലാഹു ഇല്ലെന്നല്ല, അല്ലാഹു ഒരു കഴിവും ഇല്ലാത്തവനാണെന്നല്ല, മറിച്ച് ഈ സന്ദർഭത്തിൽ അവർ അല്ലാഹുവിലേക്ക് തിരിയുകയാണ്. മുഖ്ബിതൻ മുതിയൻ ലഹു, അല്ലാഹുവിന് കീഴൊതുങ്ങി അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവർ അല്ലാഹുവിലേക്ക് തിരിയുന്നു. തീർന്നില്ല, മുസ്തഗീസൻ ബിഹി, അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്തിക്കൊണ്ട്. സ്വയം കഴിവുണ്ട് എന്ന് മക്കക്കാർ വിചാരിച്ചിരുന്നോ? അല്ലാഹ് വേണ്ടെന്ന് വിചാരിച്ചിരുന്നോ? ഞങ്ങളുടെ നിർവചനം പൊളിഞ്ഞു. ഞങ്ങൾ ദുആ ചെയ്യുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ സഹായം തേടുന്നത് സ്വയം കഴിവ് വിശ്വാസം കൊണ്ടാണ്, സ്വയം കഴിവില്ല എന്ന വിശ്വാസത്തോടെയാണ് എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ വിഷയാവതരണത്തിൽ വിശദീകരിച്ചത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഇനി ഇമാം ഇബ്നു കസീർ, ഇമാം ത്വബരി ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്നു, ദഅ റബ്ബഹു, അല്ലാഹുവിനോട് മക്കക്കാർ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിനോട് മക്കക്കാർ ദുആ ചെയ്യുന്നു. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവരല്ല, അവരെ എതിർക്കുന്നവർ. യഖൂലു ഇസ്തഗാസ ബിറബ്ബിഹി, തങ്ങളുടെ രക്ഷിതാവിനോട്, അവരുടെ രക്ഷിതാവിനോട് അവർ ഇസ്തിഗാസ നടത്തുകയാണ്. അല്ലദീ ഖലഖഹു, അവരെ സൃഷ്ടിച്ച രക്ഷിതാവിനോട് അവർ ഇസ്തിഗാസ നടത്തുന്നു എന്നാണ് പറഞ്ഞത്. ചോദ്യം പ്രസക്തമാണ്. പ്രസക്തമല്ലെന്ന് പറയാനേ നിങ്ങൾക്ക് കഴിയൂ. ഞാൻ പറഞ്ഞല്ലോ, മറുപടി പറയണം, ബന്ധം ബോധ്യപ്പെടുത്തുമെന്ന്. മറുപടി പറയൂ, നിങ്ങൾ ബന്ധം ബോധ്യപ്പെടുത്തേണ്ടി വരില്ല. അതുകൊണ്ടാ പറഞ്ഞത് മറുപടി പറയണമെന്ന്. ജനങ്ങൾക്കത് ബോധ്യപ്പെടും. ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളത് വിശദീകരിക്കുകയും ചെയ്യും. നിസ്കാരത്തെ പറ്റി പറഞ്ഞില്ലേ, ചോദിച്ചിരുന്നു, മറുപടി പറയാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? എന്തിനാണ് ഏഷാദസ്തനി പലയിടത്തുമായി അതിനുശേഷവും നമ്മൾ മുട്ടിയല്ലോ. കോട്ടക്കൽ സംവാദത്തിൽ നിങ്ങൾ ഓതിയ ആയത്തിന് ഏതെങ്കിലും ഒരു മുഫസ്സിർ വഫാത്തായ റസൂലിനോട് ഇസ്തിഗാസ നടത്താനായി ഇത് വ്യാഖ്യാനിച്ചതായി തെളിയിക്കാൻ കഴിഞ്ഞാൽ ഈ പണി അവസാനിപ്പിക്കും ഞാനെന്ന് നന്ദിയിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചു. നിങ്ങൾ മറുപടി പറഞ്ഞു നിർത്തിക്കോ എന്ന്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ വായിക്കാൻ പോവുകയാണ് എന്ന്. കോട്ടക്കൽ വായിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. നന്ദിയിലും നിങ്ങൾ വായിച്ചില്ല. ആ ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ നിങ്ങളുടെ വാക്കുകൊണ്ടുള്ള കസർത്ത് കളിയാണ്. ജനങ്ങൾക്കതല്ല ആവശ്യം. ഒരു പക്ഷേ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ വളരെ കുറച്ചാളുകൾ അവർക്ക് നിങ്ങളുടെ ഇത്തരം പരിഹാസങ്ങളൊക്കെ രസിക്കുന്നുണ്ടാകാം. പക്ഷേ പുറത്ത് സത്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ചാനലുകളിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടുകൂടി സംസാരിക്കുക. പണ്ഡിതന്മാരാണ് എന്ന ബോധത്തോടുകൂടി, ആ ഒരു നിലവാരത്തോടുകൂടി സംസാരിക്കുക. അവർക്ക് ജനങ്ങൾക്ക് വേണ്ടത് പ്രമാണങ്ങളാണ്. ഈ ആളുകൾക്ക് പരിഹാസം രുചിക്കും, പരിഹാസം രസിക്കും എന്ന് കരുതി പുറത്തു നിന്ന് കേൾക്കുന്നവരെ നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് മക്കയിലുള്ള ആളുകൾ സ്വയം കഴിവ് വിശ്വസിച്ചുകൊണ്ടാണ് അല്ലാഹു അല്ലാത്തവരോട് തേടിയത് എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയുമെങ്കിൽ അത് തെളിയിക്കുക. പുറത്തുള്ള ജനങ്ങൾ കാണുന്ന മൂപ്പർക്ക് പേടി തോന്നുന്നുണ്ട്. അതിന്റെ ബേജാറാണിപ്പോ പറയുന്നത്. പുറത്താളുകൾ കാണുന്നുണ്ട്. ഞങ്ങൾ അതാണ് വ്യക്തമായി പറയുന്നത്. ഈ സമൂഹം പഠിക്കട്ടെ, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല. അതിലിവിടെ ആർക്കും തർക്കമില്ല. പക്ഷേ തർക്കം എവിടെയാണ്? ആ ദുആ എന്താണ് എന്നതാണ് തർക്കം. അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോയി. നിങ്ങൾ വിചാരിച്ച എന്താണ്? മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതൊക്കെയും ഈ നിർവചനത്തിൽ പെടുത്തിയിട്ട് മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്